ബോർ മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ എന്താണ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇറ്റ് ഈസ് ദി ഫിനോമിനൻ ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് വെൻ മെറ്റൽസ് ആർ എക്സ്പോസ്ഡ് ടു റേഡിയേഷൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണയായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ നമുക്കൊരു മെറ്റൽ എക്സ്പോസ് ചെയ്താൽ ആ മെറ്റൽസിൻ്റെ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യപ്പെടുന്ന ഫിനോമിനനെയാണ് നമ്മൾ പൊതുവെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻ ദി കേസ് ഓഫ് വിസിബിൾ റേഡിയേഷൻ, നമുക്കറിയാം വിസിബിൾ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അങ്ങനെ വിസിബിൾ റേഡിയേഷനെ നമ്മൾ സീസിയം പോലെയുള്ള ഒരു അയോണൈസേഷൻ എനർജി കുറഞ്ഞ ഒരു മെറ്റലിനെ നമ്മൾ എക്സ്പോസ് ചെയ്താൽ, അപ്പോൾ ഈ സീസിയത്തിൻ്റെ സർഫസിലേക്ക്, സീസിയം എന്ന് പറഞ്ഞ ഒരു മെറ്റലാണ്, ആ മെറ്റലിൻ്റെ സർഫസിലേക്ക് ഒരു റേഡിയേഷൻ ഇൻസിഡൻ്റ് ചെയ്യുന്നു. അതായത് വിസിബിൾ റേഡിയേഷൻ ഇൻസിഡൻ്റ് ചെയ്യുന്നു. അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ടാവും. നമുക്കറിയാം എനർജിയും ഫ്രീക്വൻസിയും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് റേഡിയേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ കേസിൽ. അങ്ങനെ സീസിയം മെറ്റലിൻ്റെ സർഫസിൽ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക എനർജിയിലുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ വിസിബിൾ റേഡിയേഷൻ പറയാം. വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഇവിടെ ലൂസ്ലി ബോണ്ടഡ് ആയിട്ടുള്ള, അതായത് മെറ്റൽസിൽ വളരെ ദുർബലമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, അവിടുന്ന് ഇങ്ങനെ ഇജക്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നു. ഇങ്ങനെ പോകുന്ന ഇലക്ട്രോൺസിനെ നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രോണിന്റെ കാര്യമാണ് പറഞ്ഞത്, ഇതുപോലെ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും. അങ്ങനെ ഇജക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിനെ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയാം. ഫോട്ടോ ഇലക്ട്രോൺസ്. ഓക്കെ, ഇങ്ങനെ ഒരു പ്രത്യേക എനർജിയിലുള്ള ഒരു വിസിബിൾ റേഡിയേഷൻ വന്ന് സീസിയം പോലെയുള്ള ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ സർഫസിൽ വന്ന് പതിക്കുമ്പോൾ അവിടെ നിന്നും ഒരു ടൈം ലാഗും ഇല്ലാതെ, എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ വന്ന് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ ഇജക്ട് ചെയ്യപ്പെടുന്നു. ദർ ഇസ് നോ ടൈം ലാഗ്. ഓക്കെ, ഇങ്ങനെ പോകുന്ന ഇലക്ട്രോൺസിനെ നമുക്ക് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയാം. ഇനി ഈ സീസിയത്തിന്റെ പ്രത്യേകത, അതിന് അയോണൈസേഷൻ എനർജി വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇലക്ട്രോണിനെ പുറത്തേക്ക് ഇജക്ട് ചെയ്യാൻ നമുക്ക് എനർജി വളരെ കുറച്ച് മതിയാവും. അപ്പം അത്തരം കേസിൽ വിസിബിൾ റേഡിയേഷൻ വന്ന് പതിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് പതിക്കുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്ന പ്രോസസ്സിന് അല്ലെങ്കിൽ ഫിനോമിനന് പറയുന്ന പേരാണെന്ത്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഹെൻറിച്ച് ഹെർട്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് ഈ ഒരു ഫിനോമിനൻ കണ്ടുപിടിച്ചത്. ഹെർട്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ സീസിയത്തിന്റെ പ്രത്യേകത ലോ അയണൈസേഷൻ എനർജിയാണ്. അപ്പോൾ നമുക്ക് വിസിബിൾ റേഡിയേഷൻ വന്ന് പതിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് ഇജക്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത സയന്റിസ്റ്റാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് ഇതിനൊരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ കൊടുത്തത്. അദ്ദേഹം അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് നമ്മുടെ ക്വാണ്ടം തിയറിയാണ്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അദ്ദേഹം പറഞ്ഞു ഒരു വേണ്ടത്ര എനർജി ഉള്ള ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ ഒരു ക്വാണ്ടം, ഇപ്പം നമ്മൾ ലൈറ്റിന്റെ കാര്യമായതുകൊണ്ട് ഫോട്ടോൺ അല്ലെ, ലൈറ്റിന്റെ ഒരു ക്വാണ്ടത്തിന് നമ്മൾ പറയുന്ന പേര് ഫോട്ടോൺ എന്നാണ്. അപ്പോൾ ഒരു എച്ച് ന്യൂ എനർജി ഉള്ള E=H ന്യൂ എന്നുള്ള ആ ഇക്വേഷൻ വെച്ചിട്ട് ഒരു എച്ച് ന്യൂ എന്നുള്ള എനർജി ഉള്ള ഒരു ഫോട്ടോൺ ഈ സീസിയം മെറ്റലിന്റെ സർഫസിൽ വന്ന് പതിക്കുമ്പോൾ അതിൽ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി ഈ ഇലക്ട്രോണിനെ ഇവിടെ നിന്ന് ഇജക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതായത് അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉള്ള ഫോട്ടോണിന് മാത്രമേ ഈ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്യാൻ സാധിക്കൂ. അതിന് നമ്മൾ ആ മിനിമം എമൗണ്ട് ഓഫ് എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അതായത് ഒരു മെറ്റൽ സർഫസിൽ നിന്നും
ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫോട്ടോണിന് ആവശ്യമായ മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ പൊതുവെ എന്ന് പറയുക ത്രെഷോൾഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ വേണമെങ്കിൽ നമുക്ക് ന്യൂ സീറോ എന്ന് അടയാളപ്പെടുത്താം. ന്യൂ സീറോ ത്രെഷോൾഡ് ഫ്രീക്വൻസിയെ നമുക്ക് ന്യൂ സീറോ എന്ന് അടയാളപ്പെടുത്താം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇജക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന്റെ ബാക്കി അതായത് ഇവിടെ വന്ന് പതിക്കുന്ന ഫോട്ടോണിന്റെ ഒരു പാർട്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിനെ ഇവിടുന്ന് ഇജക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന എനർജിയുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആ ഫോട്ടോണിൽ ബാക്കിയുള്ള എനർജി ആയിരിക്കും. അതായത് ത്രെഷോൾഡ് ഫ്രീക്വൻസി കഴിഞ്ഞിട്ടുള്ള ബാക്കി എനർജി, റെസ്റ്റ് ഓഫ് ദി എനർജി ഈസ് യൂസ്ഡ് ടു റെസ്റ്റ് ഓഫ് ദി എനർജി ഈസ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രോൺ K ഈസ് ഈക്വൽ ടു ½ mv² എന്ന് പറയുന്നത് h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ ന്യൂ എന്ന് പറയുന്നത് ആ ഫോട്ടോണിന്റെ ടോട്ടൽ ഫ്രീക്വൻസി ആയിരിക്കും. അതായത് അതിൽ നിന്ന് നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി കുറയ്ക്കുന്നു. ന്യൂ 0 എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ h ന്യൂ മൈനസ് ന്യൂ 0 ആയിരിക്കും ആ ഫോട്ടോ ഇലക്ട്രോണിന്റെ എന്ത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. അപ്പൊ നമ്മൾ ഒന്നുകൂടി പറയാം, ലൈറ്റ് സീസിയം പോലെയുള്ള മെറ്റലിന്റെ സർഫസിൽ വന്ന് പതിക്കുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോണ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഇജക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പൊതുവെ എന്ന് പറയുക ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ഹെർട്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് മുന്നോട്ടേക്ക് വെച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി കണ്ടുപിടിച്ചത്. അത് എക്സ്പ്ലെയിൻ ചെയ്ത സയന്റിസ്റ്റ് ആണ് ഐൻസ്റ്റൈൻ. അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്ത തിയറി എന്ന് പറയുന്നത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയാണ്. അത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉള്ള ഫോട്ടോണിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ഫ്രീക്വൻസിയെ നമുക്ക് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പോൾ ഒരു ഫോട്ടോൺ വന്ന് ഇടിക്കുമ്പോൾ അവിടുന്ന് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്നു. അങ്ങനെ ഇജക്ട് ചെയ്യുമ്പോൾ ആ ത്രെഷോൾഡ് എനർജി കഴിഞ്ഞിട്ടുള്ള ബാക്കി എനർജി എന്തായിട്ട് മാറുന്നു, ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. ഇനി ഇവിടെ പതിക്കുന്ന ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ ഇവിടുന്ന് ഇജക്ട് ചെയ്യുന്ന ഈ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എണ്ണവും കൂടുതലായിരിക്കും. അതായത് ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്ന അതിന്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് കൂടാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ലൈറ്റിന്റെ ഇന്റൻസിറ്റി എത്രയാണോ അത് കൂടുതലാണെങ്കിൽ അവിടുന്ന് ഇജക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന്റെ എണ്ണവും കൂടുതലായിരിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ബോഡീസും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില സമയത്ത് ആ റേഡിയേഷൻസ് വിസിബിൾ റേഡിയേഷൻ ആയിട്ടും വിസിബിൾ റീജിയനിലുള്ള റേഡിയേഷൻ ആണ്, വിസിബിൾ റീജിയനിലുള്ള വേവ് ലെങ്തിലുള്ള അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസ് ആണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഏത് റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബോഡിയെ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ബോഡി എന്ന് പറയാം. ഇപ്പം നമ്മൾ അയേണിന് ടെമ്പറേച്ചർ കൂട്ടി ഹീറ്റ് ചെയ്യുമ്പോൾ അതിന് ആദ്യം റെഡ് കളറും പിന്നെ അതിൽ എന്താകുന്നു ബ്രൈറ്റ് റെഡും അവസാനം വൈറ്റ് കളറും ആകുന്നതിൻ്റെ കാരണം ഈ എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷനാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിസിബിൾ റീജിയനിലുള്ള റേഡിയേഷൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്നുള്ളതാണ് കാര്യം. ഇനി ഈ ബോർ മോഡൽ പറയാനുള്ള ലീഡ് ചെയ്യുന്ന അടുത്തൊരു കാര്യമാണ് ഡുവൽ നാച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഡുവൽ നാച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ നമുക്കറിയാം ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ചില ഫിനോമിനൻ ഇപ്പോൾ എന്താ ലൈറ്റിൻ്റെ ചില ഫിനോമിനൻസ് നമുക്ക് എന്ത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, നമ്മൾ ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നാച്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒക്കെ നമുക്ക് പാർട്ടിക്കിൾ നാച്ചർ ഓഫ് ലൈറ്റ് വിസിബിൾ ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതേസമയം ഡിഫ്രാക്ഷൻ പോലെയുള്ള ചില ഫിനോമിനൻ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് വേവ് നാച്ചർ ഓഫ് ലൈറ്റിനെ പറ്റി പറയേണ്ടി വരും.
അപ്പോൾ എക്സ്പെരിമെന്റൽ എവിഡൻസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റ് പോലെയുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല എന്തുകൊണ്ട് ഒരു വേവ് നേച്ചറും കൂടി ഉണ്ട് എന്നാണ് എന്തു പറയുന്നത് ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റൽ എവിഡൻസ് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എക്സിബിറ്റ് പാർട്ടിക്കിൾ നേച്ചർ ആസ് വെൽ ആസ് വേവ് നേച്ചർ. ഇപ്പോൾ പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഒരേ സമയം കാണിക്കുന്നവയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. ഈ സ്വഭാവത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഡുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മലയാളത്തിൽ ദ്വന്ദ്വ സ്വഭാവം എന്ന് പറയും. അതായത് ഒരേ സമയം പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും കാണിക്കുന്ന സ്വഭാവത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഡുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബോർ മോഡലിലേക്ക് എത്താനുള്ള അടുത്ത രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഒന്ന് സോളാർ സ്പെക്ട്രം ആൻഡ് അറ്റോമിക് സ്പെക്ട്രം. അറ്റോമിക് സ്പെക്ട്രം എന്നുള്ളതിന് നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രമാണ്. അപ്പൊ എന്താണ് സോളാർ സ്പെക്ട്രം എന്നും എന്താണ് അറ്റോമിക് സ്പെക്ട്രം എന്നും നമുക്ക് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വെൻ വിസിബിൾ റേഡിയേഷൻ ഓർ വിസിബിൾ ലൈറ്റ് passes through a prism, it splits into its constituent colors. അതിൻ്റെ ഘടക വർണ്ണങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, അത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ വിസിബിൾ ലൈറ്റ് ഒരു പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടുമ്പോൾ അത് അതിൻ്റെ കൺസ്റ്റിറ്റ്യുവൻ്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ അന്ന് എന്ത് പറഞ്ഞത്, ഡിസ്പേർഷൻ എന്ന് പറഞ്ഞത്. ചില ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പം ഈ ഡിസ്പേർഷൻ വഴി ഫോം ചെയ്യുന്നത് 7 കളേഴ്സ് ആണ് അല്ലേ, നമുക്കറിയാം 7 കളേഴ്സ്. അത് ഏതൊക്കെയായിരുന്നു? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതായിരുന്നു ഈ വിസിബിൾ റേഡിയേഷൻ പ്രിസത്തിനുള്ളിലൂടെ കടന്നുപോയാൽ നമുക്ക് കിട്ടുന്ന കളേഴ്സ് അല്ലേ. അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റ് ഓഫ് കളേഴ്സിനെ അല്ലെങ്കിൽ ഈ ഒരു സ്പെക്ട്രം ഓഫ് റേഡിയേഷൻസിനെ, അതിന്റെ പ്രത്യേകത അത് വിസിബിൾ റേഡിയേഷൻസ് ആണ് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോളാർ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സോളാർ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. സോളാർ സൺലൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് അതിൻ്റെ കൺസ്റ്റിറ്റ്യുവൻ്റ് കളേഴ്സ് ആയിട്ട് നമ്മൾ പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ കടത്തിവിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഈ 7 കളേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ സോളാർ സ്പെക്ട്രം എന്ന് പറയാം. എന്താണ് സോളാർ സ്പെക്ട്രത്തിലുള്ളത്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറയുന്ന 7 കൺസ്റ്റിറ്റ്യുവൻ്റ് കളേഴ്സ് ആണ് എന്തിലുള്ളത്, സോളാർ സ്പെക്ട്രത്തിലുള്ളത്. ഓക്കെ, ഇനി ഈ സോളാർ സ്പെക്ട്രത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഈ സോളാർ സ്പെക്ട്രം ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആണ്. എന്താണ് ഈ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വയലറ്റ്, ഇൻഡിഗോ എന്ന് പറയുന്ന 2 കളേഴ്സിന്റെ ഇടയിൽ ദർ ഇസ് നോ ഗ്യാപ്പ്. സ്പെക്ട്രം നമ്മൾ എടുത്തു നോക്കിയാൽ വയലറ്റ് കഴിയുന്ന ബോർഡർ തന്നെ ഇൻഡിഗോ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇൻഡിഗോന്റെ അടുത്ത് തന്നെ ബ്ലൂ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ദർ ഇസ് നോ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 കളേഴ്സ്. 2 നിറങ്ങൾക്കിടയിൽ, 2 റേഡിയേഷൻസിന്റെ ഇടയിൽ എന്തില്ല, ഒരു ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സോളാർ സ്പെക്ട്രം ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആണ് എന്ന് പറയാം. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ് അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. എന്താണ് ഈ അറ്റോമിക് സ്പെക്ട്രം? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മളൊരു ഡിസ്ചാർജ് ട്യൂബിലാക്കി അതിലൂടെ നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, റേഡിയേഷൻസ് കിട്ടും. അതായത് ചില കളേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഈ റേഡിയേഷൻസിനെ നമ്മൾ ഒരു സ്പെക്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമ്മൾ അനാലിസിസ് ചെയ്താൽ നമുക്ക് അവിടെ ഒരു സ്പെക്ട്രം കിട്ടും. ആ സ്പെക്ട്രത്തിൽ നമ്മൾ നേരത്തെ സോളാർ സ്പെക്ട്രത്തിൽ കണ്ടതുപോലെയുള്ള കളേഴ്സ് അല്ല കിട്ടുന്നത്. അതിന് പകരം നമുക്ക് കിട്ടുന്നത് എന്താണ്, എ സീരീസ് ഓഫ് ലൈൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, കുറേ ലൈൻസ് ഉള്ള ഒരു സ്പെക്ട്രമാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അവിടെ എടുത്തത് ഏതാണ്, ഹൈഡ്രജൻ ആണ്. അപ്പൊ നമ്മൾ അതിന് വേണമെങ്കിൽ ഹൈഡ്രജൻ ആറ്റം അടങ്ങിയ സ്പെക്ട്രം, അങ്ങനെയുള്ള സ്പെക്ട്രത്തെ നമുക്ക് എന്ത് പറയാം, അറ്റോമിക് സ്പെക്ട്രം. അപ്പൊ അറ്റോമിക് സ്പെക്ട്രം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ഒരു ഗ്യാസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന റേഡിയേഷനെ നമ്മളൊരു സ്പെക്ട്രോസ്കോപ്പിലൂടെ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി എന്ത്, എ സീരീസ് ഓഫ് ലൈൻസ് ഉള്ള എന്ത് കിട്ടി, ഹൈഡ്രജൻ സ്പെക്ട്രം കിട്ടി. അതിനെ നമുക്ക് അറ്റോമിക് സ്പെക്ട്രം
എന്ന് പറയാം. ഇപ്പോൾ സോളാർ സ്പെക്ട്രത്തിലുള്ളത് കളേഴ്സ് ആണെങ്കിൽ 7 കളേഴ്സ് ആണെങ്കിൽ അറ്റോമിക് സ്പെക്ട്രത്തിൽ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലുള്ളത് എന്താണ്? കുറേ ലൈനുള്ളൊരു സ്പെക്ട്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അറ്റോമിക് സ്പെക്ട്രത്തെ നമ്മൾ പൊതുവെ ലൈൻ സ്പെക്ട്രം എന്നും പറയും. ഓക്കെ, ലൈൻ സ്പെക്ട്രം എന്നും പറയും. ഇനി ഓരോ ലൈനിനെയും ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഈ ലൈൻ സ്പെക്ട്രത്തിൽ 5 സീരീസ് ഓഫ് ലൈൻസ് നമുക്ക് കിട്ടും. അതിൻ്റെ ആ ഒരു സ്പെക്ട്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് 5 സീരീസ് ലൈൻസ് കിട്ടും. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഓരോന്നും കണ്ടുപിടിച്ച ആളുകളുടെ പേരുകൾ കൊടുത്താണ് നമ്മൾ ആ സീരീസ് ഓഫ് ലൈൻസിനെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സീരീസ് ആണ് ലിമാൻ സീരീസ്. ഫസ്റ്റിലുള്ള സീരീസ് ആണ് ലിമാൻ സീരീസ്. രണ്ടാമത്താണ് ബാൽമർ സീരീസ്. നമ്മളിപ്പോൾ പറയുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നമുക്ക് കിട്ടുന്ന ആ ലൈൻ സീരീസിൽ ഓരോ 5 സീരീസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്തിട്ട് 5 ഗ്രൂപ്പുകളായിട്ടാണ് ഈ ലൈൻസ് കാണുന്നത്. അതിൽ ഒന്നാമത്തെ സീരീസ് ആണ് ലിമാൻ സീരീസ്, രണ്ടാമത്തത് ബാൽമർ സീരീസ്, മൂന്നാമത്തത് പാഷൻ സീരീസ് ആണ്, നാലാമത്തതാണ് ബ്രാക്കറ്റ് സീരീസ്, അഞ്ചാമത്തത് ഫണ്ട് സീരീസ്. ഇങ്ങനെ 5 സീരീസ് ഓഫ് ലൈൻസ് നമുക്ക് കിട്ടും. ഇനി ഈ സീരീസ് ഓഫ് ലൈൻസ്, അതായത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നമുക്ക് കിട്ടിയ ഈ 5 സീരീസ് ഓഫ് ലൈൻസിന് അതിൻ്റെ റിലേഷൻസ് എങ്ങനെയാണ് എന്ന് പറയുന്നത്, അതിന് പറയാൻ വേണ്ടിയിട്ട് റിഡ്ബർഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് സീരീസ് ലൈൻസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോം ഓഫ് റിഡ്ബർഗ് ഇക്വേഷൻ. റിഡ്ബർഗിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സീരീസിന്റെ റിലേഷൻസ് പറയാൻ, ഈ സീരീസ് തമ്മിലുള്ള സീരീസിന്റെ റിലേഷൻസ് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, റിഡ്ബർഗിന്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്: 1/λ യാണ് നമ്മൾ ന്യൂ ബാർ എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ന്യൂ ബാർ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഈ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുക? റിഡ്ബർഗ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നോക്കുക, ഇതിൽ RH എന്ന് പറയുന്നതിന് ഇപ്പൊ N1 N2 നമ്മൾ നോക്കുക. N1 ആൻഡ് N2 ആർ ഇൻഡിജേഴ്സ്, സംഖ്യകളാണ്. ഇൻഡിജേഴ്സിന്റെ പ്രത്യേകത സച്ച് ദാറ്റ് N2 ഗ്രേറ്റർ ദാൻ N1 ആയിരിക്കും. N2 എന്ന് പറയുന്നത് N1-നേക്കാൾ കൂടുതലായിരിക്കും, വലുതായിരിക്കും. ഓക്കെ, ഇതിൽ RH എന്ന് പറയുന്നതിനെ നമ്മൾ റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് പറയും. റിഡ്ബർഗ്സ് കോൺസ്റ്റന്റ് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 109,677 സെന്റിമീറ്റർ ഇൻവേഴ്സ്. 1,09,677 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇതാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ് ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റിഡ്ബർഗ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ സീരീസിനെ ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കിയാൽ, ഇപ്പൊ ലിമാൻ സീരീസിന്റെ കേസിൽ N1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ലിമാൻ സീരീസിന്റെ കേസിൽ ഇത് N1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? N1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. N2 എന്ന് എത്രയായിരിക്കും? അത് 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, എക്സെട്ര. ഓക്കെ, ഇത് കാണപ്പെടുന്നത് അൾട്രാ വയലറ്റ് റീജിയനിലാണ്, UV റീജിയനിലാണ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ അൾട്രാ വയലറ്റ് റീജിയനിലാണ് നമ്മൾ ലിമാൻ സീരീസ് കാണുന്നത്. രണ്ടാമത്താണ് ഇത് ബാൽമർ സീരീസ്. ബാൽമർ സീരീസിൽ N1-ന്റെ കേസ്, ഈ ബാൽമർ സീരീസിന്റെ കേസിൽ N1 ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും. N2 എന്ന് പറയുന്നത് 3, 4, 5 എക്സെട്ര ആയിരിക്കും. ഇത് കാണപ്പെടുന്നത് വിസിബിൾ റീജിയനിലാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വിസിബിൾ റീജിയനിലാണ് നമ്മൾ ബാൽമർ സീരീസ് കാണുന്നത്. മൂന്നാമത്തെ പാഷൻ സീരീസും ബ്രാക്കറ്റ് സീരീസും ഫണ്ട് സീരീസും നമ്മൾ ഇൻഫ്രാറെഡ് റീജിയനിലാണ് കാണപ്പെടുന്നത്. ഇപ്പൊ പാഷൻ സീരീസിന്റെ കേസിൽ N1 എന്ന് പറയുന്നത് 3 ആയിരിക്കും, N2 എന്ന് പറയുന്നത് 4, 5, 6 എക്സെട്ര അങ്ങനെയായിരിക്കാം. ബ്രാക്കറ്റ് സീരീസിന്റെ കേസിൽ N1 ഈസ് ഈക്വൽ ടു 4 ആയിരിക്കും, N2 എന്ന് പറയുന്നത് 5, 6, 7 എക്സെട്ര ഇങ്ങനെയായിരിക്കും. ഫണ്ട് സീരീസിന്റെ കേസിൽ N1 ഈസ് ഈക്വൽ ടു 5 ആയിരിക്കും,
N2 എന്ന് പറയുന്നത് 6, 7, 8 എക്സെട്ര ഇങ്ങനെ പോകും. ഈ 3 സീരീസും നമ്മൾ കാണുന്നത് ഏത് റീജിയനിലാണ്? ഇൻഫ്രാറെഡ് റീജിയനാണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള ഇൻഫ്രാറെഡ് റീജിയനിലാണ് ഏത് പാർഷ്യൻ സീരീസും ബ്രാക്കറ്റ് സീരീസും ഫണ്ട് സീരീസിൻ്റെ ലൈൻസ് നമ്മൾ കാണപ്പെടുന്നത്. ഓക്കെ, അതിൽ വിസിബിൾ റീജിയനിൽ കാണുന്നത് ബാൽമർ സീരീസും മാത്രമാണ്. അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സീരീസ് എന്ന് പറയുന്നത് ബാൽമർ സീരീസ് മാത്രമേ. കാരണം ബാക്കിയൊക്കെ ഇൻവിസിബിൾ റേഡിയേഷൻസ് ആണ്, അല്ലെങ്കിൽ ഇൻവിസിബിൾ റീജിയനിലാണ് കാണുന്നത്. ഇതൊക്കെ പസിലുള്ളത് ലിമാൻ സീരീസ് അൾട്രാവൽ റീജിയനിലാണെങ്കിൽ ബാക്കി ഈ ബാൽമർ സീരീസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി 3 കാണുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ IR റീജിയനിലാണ്, അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റീജിയനിലാണ്. അപ്പോൾ എന്താണ് സോളാർ സ്പെക്ട്രം, എന്താണ് അറ്റോമിക് സ്പെക്ട്രം എന്നുള്ള കേസിലുള്ള 2 എക്സാമ്പിൾ നിങ്ങൾ ഓർമ്മിച്ചു. ഇപ്പോൾ സോളാർ സ്പെക്ട്രത്തെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. അതൊരു കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്. പക്ഷേ ഇൻ ദി കേസ് ഓഫ് അറ്റോമിക് സ്പെക്ട്രം അതിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറേ ലൈൻസ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ല, പക്ഷേ എന്താണ്? അതൊരു ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്. അതിലെന്താണുള്ളത്? എ സീരീസ് ഓഫ് ലൈൻസ് ആണുള്ളത്. ഈ സീരീസ് ഓഫ് ലൈൻസിന്റെ ഗ്രൂപ്പിംഗ് നോക്കിയാൽ നമുക്ക് 5 സീരീസ് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ലൈന് ചില സ്ഥലത്ത് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് കാണാം. ആ ഗ്രൂപ്പിംഗ് വെച്ചിട്ട് നമുക്ക് 5 സീരീസ് പറയാം. അത് ഓരോരുത്തരും കണ്ടുപിടിച്ചതിൻ്റെ സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതാണ് ഈ 5 സീരീസ്. ഈ സീരീസ് ഓഫ് ലൈൻസിനെ റിലേഷൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് റിഡ്ബർഗ്സിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ്. റിഡ്ബർഗ്സ് ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്: 1/λ is equal to nu bar, or nu bar is equal to RH into 1/n1 square minus 1/n2 square. This is n1 and n2 are integers such that n2 greater than n1. RH എന്നാൽ നമ്മൾ അതിന്റെ റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് പറയും. അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 1,09,677 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഇനി നമുക്ക് റിഡ്ബർഗ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ദിസ് ഈസ് ദി ക്വസ്റ്റ്യൻ. Calculate the wavelength and frequency of radiation emitted when an electron jumps from n equal to 3 to n equal to 1. അപ്പോൾ n equal to 3 എന്ന ലെവലിൽ നിന്നും n equal to 1 എന്ന് പറയുന്ന ലെവലിലേക്ക് ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, ഫ്രീക്വൻസിയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ചില ആൾക്കാർക്ക് എന്ത് വിചാരിക്കും, ഇലക്ട്രോണിന് എന്ത് വേവ് ലെങ്ത് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിന് എന്ത് ഫ്രീക്വൻസിയാണ്. നമ്മളിപ്പോൾ വേവ് മെക്കാനിക്സ് ആണ് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിനി ആറ്റോമിക് സ്ട്രക്ചറിൻ്റെ അടുത്തേക്ക് പോകും തോറും നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടേണ്ടതും ഡിസ്കസ് ചെയ്യേണ്ടതും വരുന്ന ഒരു പോർഷനാണ് ഈ വേവ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണിനെ നമ്മളിനി പാർട്ടിക്കിളായിട്ട് മാത്രമല്ല ഒരു വേവ് ആയിട്ട് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ വെച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇക്വേഷൻ എന്താണ്? 1/λ or nu bar is equal to RH into 1/n1 square minus 1/n2 square. ഇങ്ങനെയാണ് നമ്മളെ ഇക്വേഷൻ. ഓക്കെ, ഇതിൽ നമുക്കിപ്പോൾ മനസ്സിലായി n equal to 3, n equal to 1. അതിൽ കുറഞ്ഞ ഏതാണ്? n equal to 1 ആണ്. അപ്പോൾ അതാണ് നമ്മൾ n1. n1 is equal to 1, n2 is equal to 3. RH-ന്റെ വാല്യൂ നമുക്കറിയാം. RH is equal to 1,09,677 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ദിസ് ഈസ് ദി വാല്യൂ. ഇത് എല്ലാം നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 1,09,677 into 1/1 square minus 1/3 square. Okay, that's equal to ഇത് എത്ര വരും? ഇൻറ്റു 1/1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/1 1 minus 1/9 വരും. 1 minus 1/9. ഇതൊന്നും കൂടി നമുക്ക് ചെറുതാക്കിയാൽ എങ്ങനെ വരും? 1,09,677 into 9 1 minus 1/9 എന്ന് പറഞ്ഞാൽ 9 into 1 9 9 minus 1 8 8/9 വരും. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ വരുന്നത് 97490.7 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ന്യൂ ബാറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇത്രയാണ് 97490.7 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇതിൻ്റെ വേവ് ലെങ്ത് ആണ് അല്ലേ? വേവ് ലെങ്ത് തന്നെ എന്താണ്? 1/λ. അതായത് ന്യൂ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/λ ആണ്. അതായത് 1/λ ആണ് ന്യൂ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക്
ലാംഡ എന്ന് പറയുന്നതിന് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു 1/ന്യൂ ബാർ എന്നതാ. ഓക്കെ, നമ്മളിവിടെ ന്യൂ ബാറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലാംഡ ഈക്വൽ ടു 1/ന്യൂ ബാർ. അപ്പൊ എത്ര വരും? 1 എത്രയാണ്? 97490.7. അതിൻ്റെ വാല്യൂ വരുന്നത് ഇത്രയാണ് 1.03 ഇൻറ്റു 10⁻⁻5 സെൻറ്റിമീറ്റർ. 1.03 ഇൻറ്റു 10⁻⁻5 സെൻറ്റിമീറ്റർ. ഇതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടും? 103 ഇൻറ്റു 10⁻⁻9 മീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ -9 മീറ്റർ എന്ന് നമുക്ക് ഇതിനെ എഴുതാം. 10⁻⁻9 മീറ്ററിനെ നമുക്ക് 1 നാനോമീറ്റർ എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 103 നാനോമീറ്റർ. സോ വി ഫൈൻഡ് ഔട്ട് ദി വേവ് ലെങ്ത് ഓഫ് ദി ഇലക്ട്രോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു 103 നാനോമീറ്റർ. 103 നാനോമീറ്റർ ആണ് ഈ ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് വരുന്നത്. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസിയെ നമ്മൾ ന്യൂ കൊണ്ടാണ് കാണിക്കുക. ന്യൂ ഈസ് ഈക്വൽ ടു c/λ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ന്യൂ ഈസ് ഈക്വൽ ടു c ഇൻറ്റു 1/λ. ഈ 1/λ നമ്മൾ സാധാരണ ന്യൂ ബാർ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? c ഇൻറ്റു ന്യൂ ബാർ എന്ന് പറയാം. അപ്പൊ നമുക്ക് c എത്രയാണ്? ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു c ഇൻറ്റു ന്യൂ ബാർ. ദാറ്റ്സ് ഈക്വൽ ടു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 3 ഇൻറ്റു 10⁸8 ഇൻറ്റു ന്യൂ ബാറിന്റെ വാല്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? ഇതാ 97490.7. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇത്ര വരും. 2.92 ഇൻറ്റു 10⁻15 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും. ദിസ് ഈസ് ദി ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഒന്നാമതായിട്ട് ആ ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. വേവ് ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 103 നാനോമീറ്റർ ആണ്. അതിന്റെ ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ന്യൂ എത്രയാണ് കിട്ടിയത്? 2.92 ഇൻറ്റു 10⁻15 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.